സിംഗം 3 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം 6:45. വിദ്യ, എന്താ നിന്റെ നിരാഹാരം ഒന്നും നിർത്താറായില്ലേ? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിടുന്ന? ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഇനി നിന്റെ ഇഷ്ടത്തിലുള്ള ഇരുത്തോ നടത്തോ ഒന്നും നടക്കുമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയുന്നത് കേട്ട് ഇരുന്നോണം. എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരാളോട് ഇഷ്ടം തോന്നുന്നതും അയാളെ സ്നേഹിക്കുന്നതും ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? അതെ, സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ച് ഒരാളോട് ഇഷ്ടം തോന്നുന്നതേ തെറ്റ് തന്നെയാ. അതിന് ഞാൻ സ്നേഹിച്ച ആളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? നമുക്ക് യോജിച്ച ബന്ധവുമാണല്ലോ. അത് നീയാണോ തീരുമാനിക്കണ്ടേ? നീ ഏത് പിച്ചക്കാരനെ സ്നേഹിച്ചാലും എനിക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരില്ലായിരുന്നു. പക്ഷെ സൂരജ്, അവനെയും അവന്റെ അമ്മയും ഈ ജന്മം ഞാൻ അംഗീകരിക്കില്ല. ദേ, നിന്റെ റിസർച്ചിന്റെ കാര്യത്തിൽ ആരോ നിന്നെ വിളിച്ചിരുന്നു. നീ കുളിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. തിരിച്ചു വിളിച്ചു നോക്ക്. പിന്നെ ഇത്രയും നാൾ നീ പഠിച്ച കാര്യമായതുകൊണ്ടാണ് ഞാൻ ഫോൺ തന്നത്. പക്ഷെ ആവശ്യമില്ലാത്ത വല്ലതും ചെയ്താ അറിയാലോ എന്നെ. എനിക്ക് വേഗം തിരിച്ചു വിളിച്ചിട്ട് ഫോൺ കൊണ്ട് തന്നേക്കണം. ശരി. ഹലോ ഹലോ സൂരജ്. വിദ്യൻ, നിനക്കെന്താ പറ്റിയത്? നീ എന്താണ് വിളിക്കാതിരുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ സൂരജ്? ഫോൺ അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മ ഫോൺ പിടിച്ചു വെച്ച് എന്നെ തടവിലാക്കിയിരിക്കുന്ന പോലെയാ. ഇപ്പൊ റിസർച്ചിന്റെ കാര്യത്തിന് കോള് വന്നപ്പോ അത് തിരിച്ചു വിളിക്കാൻ ഫോൺ തന്നതാ. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി നമ്മൾ എന്ത് ചെയ്യും സൂരജ്? എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ കാര്യം അറിഞ്ഞതിൻ്റെ ആദ്യ ചൂടിൽ കാണിക്കുന്നത്. അതൊക്കെ മാറി എല്ലാം പഴയതുപോലെയാവും. എനിക്കറിയില്ല. എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴേ സങ്കടം. അച്ഛനെ ഞാൻ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. താനിങ്ങനെ സങ്കടപ്പെടല്ലേ വിദ്യയെ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയല്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും സൂരജിനെ ഒന്ന് കാണണം. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. അതൊക്കെ ഞാൻ ശരിയാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ധന്യേന്റി നിന്നെ ഉപദ്രവിച്ചോ? അതൊന്നും സാരമില്ല. ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകളൊന്നും എന്നെ വേദനിപ്പിക്കില്ല സൂരജ്. പക്ഷെ അമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിന് തരുന്ന വേദനയെ സഹിക്കാൻ പറ്റാത്തത്. ഞാൻ കാരണമല്ലേ നിനക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. സോറി വിദ്യ. എന്തൊക്കെയായി പറയുന്ന? ഞാനല്ലേ എല്ലാത്തിനും കാരണം. നിന്നെ സ്നേഹിച്ചതും എന്നിലേക്ക് അടുപ്പിച്ചതും എല്ലാം ഞാനല്ലേ. പിന്നെന്തിനാ എന്നോട് സോറി പറയുന്ന? എന്നാലും വിദ്യയെ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മയുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാലോ. ഞാൻ പിന്നെ അമ്മയുടെ വിഷമം കാണാത്തതുപോലെ നടിക്കുക. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ വിദ്യയെ, ഒന്നിൻ്റെ പേരിലും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. എന്നും എനിക്കൊപ്പം നീ ഉണ്ടാവണം. ഉണ്ടാകും. അക്കാര്യത്തിൽ സൂരജിന് ഒരു പേടിയും വേണ്ട. ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്നും സൂരജിനെ മായ്ക്കാൻ പറ്റില്ല. ഈ വാക്ക് മാത്രം മതി എനിക്ക്. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ശരി, എങ്കിൽ ഞാൻ വെക്കുവാണേ. അധികം സംസാരിച്ചു നിന്നാ അമ്മയ്ക്ക് സംശയവും. സൂരജ്, എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള വഴി പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കണം. ശരി, നീ ഫോൺ വെച്ചോ. എന്നിട്ട് സമാധാനമായിട്ടിരിക്കെ.
നിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇത്. അതാ എന്റെ സന്തോഷം നിങ്ങളെ കൂടി അറിയിക്കാൻ മധുരം തരാന്ന് വിചാരിച്ചത്. നീ ജയിലിലായിരുന്നപ്പോ നഷ്ടപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളും തിരികെ കിട്ടി. നന്നായി, കൺഗ്രാറ്റ്സ്. എല്ലാം അബിയുടെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്ര. എല്ലാവരെയും കണ്ട് സംസാരിച്ചതും പ്രോജക്റ്റ് എല്ലാം ഓക്കെ ആക്കി എടുത്തതും അബിയ. സന്തോഷായി മോളെ. നമ്മുടെ കമ്പനി നിന്നെ ഏൽപ്പിക്കുമ്പോ മനസ്സിൽ ചെറിയ ടെൻഷനുകളുണ്ടായിരുന്നു. പക്ഷെ നീ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു, അല്ലേ ആദർശേ? തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു അമ്മേ. എന്റെ തോൽവി കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ എന്ത് വന്നാലും ജയിക്കണമെന്ന വാശി എനിക്കുണ്ടായത്. അല്ലെങ്കിലും ഒരു ലക്ഷ്യബോധം മനസ്സിലുണ്ടെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. നിനക്കതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ചിലർക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു എന്നെ ഒന്നിനും കൊള്ളില്ലാന്ന്. അങ്ങനെയുള്ളവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കുന്നത് മരണത്തിന് തുല്യാ. ചേച്ചി ജയിക്കണമെന്നാ ഞാനും ആദർശേട്ടനും ആഗ്രഹിച്ചത്. അത് നിങ്ങൾ രണ്ടാളും കൂടുതൽ പറയണ്ട. എല്ലാവരുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് എനിക്കറിയാം. അഭിരാമിക്കൊന്നും അറിയില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു പരത്തിയിരിക്കുവായിരുന്നല്ലോ. എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്തു പറ്റി? അബി, നീ ചെയ്തത് നല്ല കാര്യമാണ്. നിന്റെ ഉയർച്ചയിൽ എനിക്ക് മീരിക്കും സന്തോഷമുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളെ കുത്തി പറയാനും കളിയാക്കാനും വരണ്ട. അയ്യോ, അബി അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സന്തോഷം കൊണ്ട് പറയുന്നതാ. അഭി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പെങ്ങളല്ലേ, ഇവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അവള് പറഞ്ഞത്. അതിന്റെ പേരിൽ എന്തിനാ ഒരു സംസാരം? അതിന്റെ കാരണം അമ്മയ്ക്ക് ആലോചിച്ച സ്വയം ബോധ്യപ്പെടും. കമ്പനി വേണമെന്ന് വാശി പിടിച്ചപ്പോ ഞാനെല്ലാം നശിപ്പിക്കുമെന്നായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അത് സംഭവിക്കാത്തതിന്റെ നിരാശ കാണും. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് ചേച്ചി അണ്ണിയൊന്നും അല്ല. പിന്നെ ചേച്ചി നോക്കിയാലും ആദർശേട്ടൻ നോക്കിയാലും എല്ലാം ഒരുപോലെയല്ലേ? അതെ, എനിക്ക് ചിലരെ പോലെ അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ട് ആർക്കും എന്നോട് താല്പര്യവും കാണില്ല. ആരൊക്കെ ഏതൊക്കെ നിലയിലെത്തിയാലും രണ്ടാളും എനിക്ക് എന്റെ മക്കളാ. നിങ്ങൾ മറ്റെന്തിൽ വിജയിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം ഒരേ മനസ്സോടെ ഒരുമിച്ച് നിൽക്കുന്നതാ. എന്തിനാമേ നടക്കാത്ത കാര്യങ്ങൾ വെറുതെ പറയുന്നത്? ചില ആളുകൾക്ക് സ്വയം വലിയവരാണെന്ന് കാണിക്കാനാ താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാര് മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൊടുക്കില്ല. പക്ഷേ എത്ര അഹങ്കാരം കാണിച്ചാലും അതെല്ലാം ഭഗവാൻ കാണും. അതിന്റെ ശിക്ഷയും കൊടുക്കും. അതിപ്പോ കാണാനും ഉണ്ട്. ബിസിനസ് അരച്ചു കലക്കി കുടിച്ചവർക്ക് പരാജയം ഉണ്ടാകുന്നത് അതൊക്കെ കൊണ്ട് കൂടിയാ. ബിസിനസ്സിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവും. വിജയത്തില് അതിര് കഴിഞ്ഞ് സന്തോഷിക്കാതെയും പരാജയത്തില് ഒരുപാട് വിഷമിക്കാതെയും ഇരിക്കണം. അതെ, അത് ആദർശ് പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ അച്ഛൻ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നതും അതായിരുന്നു. ഏതായാലും ഞാൻ വിചാരിച്ചതിലും ഉപരിയായി വിജയിക്കാൻ അഭിരാമിക്കും വിഘ്നേഷിനും സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നും ഇതേ വാശിയോടെ മുന്നോട്ട് പോകണം. ഉറപ്പായി. പിന്നെ എന്റെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടമ്മേ. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. അതേസമയം ലക്ഷ്യവും ഉത്തരവാദിത്വവും മറന്ന് മറ്റു പലതിന്റെയും പുറകെ പോയാ അത് എത്ര വലിയ മിടുക്കരായാലും പരാജയപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതിപ്പോ അനുഭവത്തിൽ നിന്ന് അമ്മയ്ക്ക് സ്വയം മനസ്സിലാവുന്ന കാര്യമല്ലേ? നീ എന്തിനാ ബി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്? ആദർശനും മീരയ്ക്കും വിഷമമെന്നാ തോന്നുന്നത്. അതിനാരെയും വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സത്യോ. പിന്നെ ഇപ്പൊ കാണിച്ചത് ദേഷ്യമൊന്നും അല്ല, കുശുമ്പാ. നമ്മള് നശിച്ചു പോകുന്ന അവര് കരുതിയത്. ആ പ്രതീക്ഷ തെറ്റിച്ച്
നമ്മൾ വിജയിച്ചതിലുള്ള പ്രതിഷേധം. പരസ്പരം പകയും ദേഷ്യമല്ല, സ്നേഹമാണ് നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. അത് മറക്കണ്ട. ഏതായാലും ഇപ്പൊ കൈവരിച്ച വിജയം പോലെ തുടർന്ന് സംഭവിക്കാൻ അമ്മയുടെ പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കഴിക്കാം. അബിയായിരുന്നു. ഞാൻ വക്കീലായിരിക്കുമെന്നാണ് കരുതിയത്. ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്കിളിനെ എന്നെ പ്രതീക്ഷിക്കാം. കാരണം അങ്കിള് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. അതിനെല്ലാം എനിക്ക് പ്രയോജനമുണ്ടായി. ഞാൻ എന്താണ് മനസ്സിൽ കരുതിയത് അതെല്ലാം എനിക്ക് നേടാൻ സാധിച്ചു. അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. ആണോ? ഗുഡ്. അപ്പോ എൻ്റെ വാക്കുകൾ കേട്ടതിൻ്റെ ഗുണം നിനക്കുണ്ടായി അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടായി. ഇത് ഒരു തുടക്കം മാത്രമായി കണ്ടാൽ മതി. ഇനിയും ഞാൻ പറയുന്ന പോലെ മുന്നോട്ട് പോയാൽ പലതും നിനക്ക് നേടാനാകും അബി. അതെനിക്ക് മനസ്സിലായി അങ്കിൾ. അങ്കിളിന്റെ സഹായങ്ങൾ എനിക്ക് എപ്പോഴും വേണം. ദേവ ബിൽഡേഴ്സിന്റെ പ്രായവും അതിലെൻ്റെ എക്സ്പീരിയൻസും ഒരേ വർഷങ്ങളാണ്. അതുകൊണ്ട് ആ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏത് കാട്ടിലിരുന്നാലും എനിക്കത് ചെയ്യാനാകും. എല്ലാ കാര്യങ്ങളും അങ്കിള് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു. അബി, എനിക്ക് ദേവ ബിൽഡേഴ്സ് നശിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ചോരയും വിയർപ്പും ഒരുപാട് അതിൽ വീണിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം എന്നെ ആ കമ്പനിയിലെ ഒന്നുമില്ലാതാക്കി പറഞ്ഞു വിട്ടപ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് അബി ഒന്ന് ആലോചിച്ചു. തീരാവുന്ന പ്രശ്നമല്ലേ അവിടെ ഉള്ളൂ. ആദർശ് അങ്ങനെ ചെയ്തതിലും അവൻ്റെ ഭാര്യ മീര അതിന് കാരണമായതിലും അവർ രണ്ടുപേരോടും എനിക്ക് നല്ല വൈരാഗ്യമുണ്ട്. അവരുടെ പുതിയ കമ്പനി പച്ച പിടിക്കാതെ നിന്നുപോയാൽ എന്നെക്കൊണ്ട് സാധിക്കുന്നത് എന്തും ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് ദേവ ബിൽഡേഴ്സ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാ ഞാൻ അഭിയെ സഹായിക്കുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പരം ആവശ്യമുള്ളവരാണ് അങ്കിളെ. ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എനിക്ക് കാശ് ചിലവാക്കാനും ബ്യൂട്ടി പാർലറിൽ പോകാനും മാത്രമല്ല, ഒരു കമ്പനി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന് എനിക്ക് തെളിയിക്കണം. തീർച്ചയായും. എന്നെ വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കണം. കമ്പനിക്കുണ്ടാവുന്ന ലാഭമല്ല ഞാൻ നോക്കുന്നത്, കമ്പനിക്കുണ്ടാവുന്ന വിജയങ്ങളാണ് എന്റെ ലക്ഷ്യം. അതെനിക്ക് കിട്ടണം. ഗുഡ്, വെരി ഗുഡ്. അങ്കിളിന്റെ ബുദ്ധിയും എക്സ്പീരിയൻസും മാത്രം മതി. എന്റെ ലക്ഷ്യം നേടാൻ എനിക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഒരു കുറവും വേണ്ട അബി. എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അബിക്ക് ചെയ്തു തരും. പക്ഷേ അബി അതിന് ചില ചെറിയ പ്രത്യുപകാരങ്ങൾ ചെയ്തു തരേണ്ടി വരും. എന്താ വേണ്ടെന്ന് അങ്കിള് പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് സാധിക്കുന്നതെന്ത് ഞാൻ ചെയ്തു തന്നിരിക്കും. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിയാമല്ലോ. അവർക്ക് പഠിക്കാൻ വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് അബി ചെയ്തു കൊടുക്കണം. അതാണോ കാര്യം? അതിനെക്കുറിച്ച് ഓർത്ത് അങ്കിള് ടെൻഷൻ ആവണ്ട. ശ്യാമയ്ക്കും ശിവാനിക്കും വേണ്ടതെല്ലാം അമ്മ തന്നെ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. പോരെ? മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട അബി. അങ്കിൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്നെ സഹായിക്കുന്നത് കൊണ്ട് അങ്കിളിന് ഗുണങ്ങളല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. ജയിലിനുള്ളിലാണെങ്കിലും പണം കൊടുത്താൽ കിട്ടുന്ന സൗകര്യങ്ങള് പലതും ഉണ്ട്. അതെല്ലാം അങ്കിളിന് കിട്ടണം. അതിനുവേണ്ടി ആർക്കാണ് എത്ര കൊടുക്കേണ്ടതെന്ന് അങ്കിള് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലും ജയില് തന്നെയാണ് ബി. ഞാൻ ഇവിടെയുള്ള പരിമിത സൗകര്യങ്ങളിൽ ഇപ്പോൾ ഓക്കെയാണ്. തൽക്കാലം ഞാൻ പറയുന്നതനുസരിച്ച് നീ മുന്നോട്ട് പോവുക. പിന്നെ നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് സമയമാകുമ്പോൾ ഞാൻ പറയാം. അതെനിക്ക് ചെയ്തു തന്നാൽ മതി. ശരി അങ്കിൾ, പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. പിന്നെ നമ്മൾ തമ്മിൽ കാണുന്ന കാര്യം നീ ആരോടും പറയരുത്. ചേച്ചി അറിഞ്ഞാലും ശരിയാവില്ല.
ഞാൻ പറയുന്നത് അബിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ ആരോടും പറയില്ല. ഇത് എൻ്റെ കൂടി ആവശ്യമല്ലേ. ആരും അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. കമ്പനി കാര്യങ്ങളിൽ എന്ത് സംശയം വന്നാലും വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൊണ്ടുവരണം. ഇമെയിൽ എന്തെങ്കിലും ആണെങ്കിൽ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നാൽ മതി. എൻ്റെ കയ്യിൽ തരാൻ പറ്റിയില്ലെങ്കിലും വായിച്ച് കേൾപ്പിക്കാമല്ലോ. അതൊന്നും ഇവിടെ അനുവദിക്കില്ല അങ്കിൾ. പിന്നെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അപ്പപ്പോൾ അങ്കിളിനെ അറിയിച്ചോളാം. ഓക്കെ, ശരി, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഞാൻ വന്ന് കണ്ടോളാം അങ്കിളിനെ. ശരി. കഴിഞ്ഞ ദിവസമാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. സൂരജ് എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? നിങ്ങൾ മീരയോട് പറഞ്ഞിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോഴെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? എല്ലാവരും അറിഞ്ഞ് പ്രശ്നമായതിനു ശേഷമാണ് മീര എന്നോട് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ ഞാനും വിദ്യയും മീരയോട് കാര്യങ്ങൾ പറഞ്ഞത്. മീര ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതി. പക്ഷേ അതുണ്ടായില്ല. മീര എതിർത്തതോടെ ഇനി ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഞങ്ങൾ കരുതി. അതാ പിന്നെ ആരോടും പറയാതിരുന്നത്. ആരെന്ത് പറഞ്ഞാലും ബീനാമ്മ അമ്മായിയും ഈ ബന്ധത്തെ എതിർക്കും. അക്കാര്യത്തിൽ സൂരജിന് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ എന്നും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ സംഭവിച്ചതും അത് തന്നെയല്ലേ. എല്ലാ ബന്ധങ്ങളിലും എതിർപ്പുകളൊക്കെ ഉണ്ടാവും മീര. അതിനെ തരണം ചെയ്യാനുള്ള മിടുക്കും തൻ്റെ ഇടം ഉണ്ടാവുകയാണ് വേണ്ടത്. വീട്ടിലെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തൻ്റെ ഇടവും മിടുക്കും കാണിച്ചിട്ട് എന്താ ആദർശേട്ടൻ നേടുന്നത്? വീട്ടിലെ സമാധാനവും സന്തോഷവും കളയുന്നത് അവരുടെ വാശി കൊണ്ടല്ലേ? അതിന് സൂരജും വിദ്യയും സാക്രിഫൈ ചെയ്യണമെന്ന് പറയുന്നത് ശരിയാണോ? മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നവര് ജീവിതകാലം മുഴുവൻ സഹിച്ചു കഴിയുകയുള്ളൂ. മീരയ്ക്ക് ആ സ്വഭാവമുണ്ട്. അതാണ് വീട്ടിൽ അഭി മുതലെടുക്കുന്നത്. അത് ഞാൻ മീരയോട് മാക്സിമം പറഞ്ഞു കൊടുത്തു നോക്കി. പക്ഷേ മീര മാറില്ല. താൻ അങ്ങനെയാണെന്ന് കരുതി മറ്റുള്ളവർ അതേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. സൂരജിനും വിദ്യയ്ക്കും വേണ്ടി സംസാരിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. അവരുടെ സ്നേഹം അവരെന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? ധന്യന്റെയും ബീനാന്റെയും സന്തോഷിപ്പിക്കാനോ? ബീനാമ്മ അമ്മായി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ശരിയാവില്ല എന്ന് പറഞ്ഞത്. അവരുടെ സമ്മതം ഇല്ലാതെ ഇവർ വിവാഹം കഴിച്ചാലും സമാധാനത്തോടെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. ആരുടെയും സമ്മതമില്ലാതെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ആരും സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം സൂരജ്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇവിടെ തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം. അതിനാണ് പ്രാധാന്യം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടിയാലും അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. ഒരേ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ വരുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളായതുകൊണ്ടാണ്. എല്ലാവർക്കും അവരവരുടെ ശരികളാണ് വരുന്നത്. ഇതിൽ യഥാർത്ഥ ശരിയാണെന്ന് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഹലോ. ആ അതെ. ഇല്ല, ഞാൻ പുറത്താണ്. സാരമില്ല, പറഞ്ഞോളൂ. ആണോ? എന്താ പ്രശ്നം? ശരി, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇനി ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും. വക്കീലുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ വക്കീലിൻ്റെ അടുത്ത് നിന്നിട്ട് വിളിക്കാം. ശരി, ഓക്കെ. എന്താ ആദർശേട്ടാ? ബാംഗ്ലൂർ സൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ. നേരത്തെ അവരെന്നെ അറിയിച്ചിരുന്നു. ഞാനത് ഇവിടുന്ന് തന്നെ മാനേജ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷെ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കുടൻ തന്നെ വക്കീലിനൊന്ന് കാണണം. സൂരജ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ ആദർശേട്ടാ? മീരിയെ തനിക്ക് വീട്ടിലൊന്ന് വിടാവോ? ഞാൻ വക്കീലിൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് പൊക്കോളാം. അതിനെന്താ, ഞാൻ മീരിയെ ഡ്രോപ്പ് ചെയ്തോളാം. ആ ശരി. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ മതി. എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
നിങ്ങൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ തീരുമാനിച്ചാലും ഐ വിൽ സപ്പോർട്ട് യു. അങ്ങനെയൊന്നും ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആദർശേട്ടാ. ഇനി ചിന്തിച്ചാലും ഞാൻ കൂടെയുണ്ട്. ആരുമില്ലെന്ന് വിചാരിക്കരുത്, അതിനുവേണ്ടി പറഞ്ഞതാ. നിങ്ങൾ കുടിക്കും. ആദർശേ, ഇത് ലീഗലി മൂവ് ചെയ്യേണ്ട കേസാ. കമ്പനിയുടെ സ്വന്തം സ്റ്റാഫ് തന്നെ കട്ടുമുടിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? ബാംഗ്ലൂരിലെ പല സൈറ്റുകളിലും പ്രശ്നമുണ്ട്. ഇത്രയും നാളും ഇല്ലാതിരുന്നിട്ടും ഇപ്പൊ പെട്ടെന്ന് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കമ്പനിയുടെ പേര് മാറിയത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല. മറ്റൊരു റീസൺ എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ആദർശ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവർ തനിയെ പുറത്തു വരും, അതുറപ്പാ. എന്തായാലും ഞാൻ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമല്ലേ? അതിൽ സംശയമൊന്നും വേണ്ട. ആദർശ് നേരിട്ട് അവിടെ ചെന്ന് പ്രശ്നക്കാരായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് ഫയർ ചെയ്യണം. നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരെ മാത്രമേ ആ ലെവലിൽ നിർത്താവൂ. ഇപ്പൊ അവരെ വെറുതെ വിട്ടാലേ ഭാവിയിൽ അത് പ്രശ്നമാവും. ആരെങ്കിലുമൊക്കെ ശിക്ഷിച്ചാൽ അത് മറ്റുള്ളവർക്ക് പാഠമാകും. ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും.